ഓർമ്മയിൽ ഒരു ബ്രസീലുണ്ട്. എതിരാളികളുടെ ഹാഫിൽ മാത്രം കളിമെനഞ്ഞിരുന്ന ഏതു വലിയ ടീമുകളുടെയും പ്രതീക്ഷകൾ അസ്തമിപ്പിക്കുന്ന സാമ്പാ നൃത്തച്ചുവടുകളിലൂടെ ഫുട്ബോളിനെ കാഴ്ചവെക്കുന്ന ബ്രസീൽ. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ യൂറോപ്പിലേക്ക് കുടിയേറിയപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ബ്രസീലിനെയാണെന്ന് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബ്രസീൽ എന്തായിരുന്നു എന്ന് പോലും പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ മാത്രം ഇന്ന് അതിൻ്റെ പകുതി പോലുമില്ല. പ്രതിഭകളുടെ കുറവുകളാണെന്ന് പറയാൻ കഴിയില്ല. ഓരോ പൊസിഷനിലും പേര് കേട്ടവർ തന്നെയാണ് പന്ത് തട്ടുന്നത്. പക്ഷേ എവിടെയോ ഒന്നിനും ഒരു വ്യക്തതയില്ല. മൊറോക്കോ ഒരുപക്ഷെ മുൻനിര ടീമായി വളർന്നിരിക്കാം. എന്നിരുന്നാലും പഴയ ബ്രസീലായിരുന്നുവെങ്കിൽ പാസ് കൈമാറുന്നത് മനസ്സിലാക്കാൻ പോലും മൊറോക്കോക്ക് 90 മിനിറ്റ് പോലും മതിയാകാതെ വരുമായിരുന്നു. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ഇത് നല്ലൊരു റിസൾട്ടല്ല. ജയിക്കേണ്ട സമനിലയെങ്കിലും എന്ന മൈൻഡായിരുന്നു അവസാനമൊക്കെ. സ്റ്റാർട്ട് ചെയ്ത ഒരു മധ്യനിരക്കാരൻ പോലും മുഴുവൻ മിനിറ്റുകൾ കളിച്ചില്ല എന്നതിലറിയാം ബ്രസീലിൻ്റെ പ്രശ്നങ്ങൾ എവിടെയായിരുന്നു എന്ന്. തീർന്നില്ല. തിയാഗോ, ഇബാനസ്, റാഫിഞ്ഞ എന്നിവരും ശോകമായിരുന്നു. കളി കാണാൻ വന്നിരിക്കുന്ന റൊണാൾഡോ, കാർലോസ്, കക്ക എന്നിവരെ കളിക്കാനിറക്കിയാൽ ഈ പ്രായത്തിലും ഇതിലും നന്നായി കളിച്ചേനെ. സെറ്റ് പീസുകളിൽ ത്രെറ്റുണ്ടാക്കിയില്ല ഇരു ടീമുകളും. അടുത്ത കളിയിൽ മാറുമായിരിക്കും. ടീം കോമ്പിനേഷൻസ് വർക്കായില്ല. മൊറോക്കോ നന്നായി കളിച്ചു. 2 തവണ പൊസിഷനിങ് ശ്രദ്ധിക്കാതെ ഹക്കീമി 2 ചാൻസുകൾ ബ്രസീലിന് തുറന്നു കൊടുത്തു. അതിലൊന്ന് ഗോളായി. എന്നാലും അവരുടെ സ്ട്രെച്ചർ കൊള്ളാം. ലാസ്റ്റ് 8-ലെത്താനുള്ള ടീമുണ്ട്. തുടർന്നും ഇതാണ് അവസ്ഥയെങ്കിൽ ബ്രസീലിന് വേണ്ടി പരിക്കുകളുടെ ചങ്ങലകളെല്ലാം ഭേദിച്ച് അൻസലോട്ടിക്ക് അയാളെ ഉടനെ കളത്തിലിറക്കേണ്ടി വരും. ഒരിക്കൽ അയാളിൽ സംശയിച്ചു നിന്ന അൻസലോട്ടിക്ക് അയാളല്ലാതെ മറ്റാരും തന്നെയില്ല എന്ന ഗതിയിലേക്ക് കാര്യങ്ങൾ നീളും. കാരണം നെയ്മർ എന്തായിരുന്നുവെന്ന് അയാൾക്ക് സ്വയം അറിയുന്നതിനേക്കാൾ കൂടുതൽ അയാളുടെ ആരാധകർക്കറിയാം. ആ ആരവമെല്ലാം തൻ്റെ ബൂട്ടിലേക്ക് ആവാഹിച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി അയാൾ ആ മഞ്ഞ ജേഴ്സിയിൽ കാൽപന്ത് മൈതാനിയിൽ അയാളുടെ സ്വതസിദ്ധമായ നൃത്തച്ചുവടുകളാൽ പന്ത് തട്ടുമ്പോൾ സ്കോർ ബോർഡുകൾ മാറിമറിയുമെന്നത് തീർച്ചയാണ്. അതിനായി കാത്തിരിക്കുന്നു. ഇന്നലെ വെളുപ്പിന് 3:30 ഇരുന്നവർക്ക് നിരാശയായിരുന്നുവെങ്കിൽ ഇനിയുള്ള ദിനങ്ങൾ ഉന്മാദത്തിൻ്റെ ഉച്ചസ്ഥായിൽ വിരാജിക്കാൻ കഴിയട്ടെ എന്നാശംസിക്കുന്നു.